നന്ദകുമാർ എവിടേക്കാ? ഞാനിപ്പോ കല്ലേറ്റുപുഴ ഡാം സൈറ്റിലാ ജോലി ചെയ്യുന്നത്. എഞ്ചിനീയറാ. സർക്കാർ സർവീസിലല്ല, ഒരു കോൺട്രാക്ടർക്ക് വേണ്ടി. ഓഹോ, ഇപ്പൊ വീട്ടിൽ നിന്ന് വരികയായിരിക്കും. അതെ. ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്, എന്റെ ഒരു ആങ്സൈറ്റി കൊണ്ടാണെന്ന് കൂട്ടിക്കൊള്ളൂ. മനസ്സിലായി. ഞാൻ എങ്ങനെ ജയിലിലായെന്ന് അറിയാനൊരു താല്പര്യം അല്ലേ? വിരോധം ഇല്ലെങ്കിൽ. കോടതി ശിക്ഷിച്ചു, ജയിലിലായി, അത്രേ ഉള്ളൂ. എന്തായിരുന്നു കേസെന്നാണ് ഞാൻ ചോദിച്ചത്. നാറ്റ കേസാ. പെൺവാണിഭം. ശരിക്കും ഞാനൊരു സ്കൂൾ മാഷായിരുന്നു. ഒരു സൈഡ് ബിസിനസ് ആയിട്ട് തുടങ്ങിയതായി പെൺവാണിഭം. അന്നത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലൊക്കെ ഗംഭീരമായിട്ട് ന്യൂസ് വന്നിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല. ആ, പത്രത്തിൽ ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നതല്ലേ, ശ്രദ്ധിച്ചു കാണില്ല. നേര് പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. സ്കൂൾ മാഷായിരുന്നു എന്ന് പറഞ്ഞു, പക്ഷേ. അതെ, സ്കൂൾ മാഷായിരുന്നു. ശാന്തസുന്ദരമായ എന്റെ ഗ്രാമത്തിലെ ഞാൻ കളിച്ച് പഠിച്ചു വളർന്ന അതേ സ്കൂളിലെ മാഷായിരുന്നു ഞാൻ. ഇത്തിരി നാട്ടുകാര്യങ്ങളും വായനശാലയും വായനാശീലവും ഒക്കെ ഉള്ളതുകൊണ്ട് വീടിനടുത്താണെങ്കിലും പതിവായ സ്കൂളിൽ താമസിച്ചെത്തുന്ന മാഷായിരുന്നു ഞാൻ. എന്താടോ, വാച്ച് കേടായോ? ഞാൻ വിചാരിച്ചു മാഷ് ലേറ്റ് ആയെന്ന്. അല്ല, വാച്ച് ഫാസ്റ്റ് ആയതാ. വലിയ ഭരണമൊന്നും വേണ്ട, ഇതങ്ങോട്ട് കൊണ്ടുപോയി. ഇന്നലെ ഉറങ്ങാൻ കുറച്ചു വൈകി. വായനശാലയുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു. പിന്നെ അസോസിയേഷന്റെ അത്യാവശ്യമായ ചില കത്തുകൾ. പിന്നെ വായനശാലയ്ക്ക് വളമിടാൻ പോയോ, അസോസിയേഷന് വെള്ളമൊഴിക്കാൻ പോയോ, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ ജോലിക്ക് വരുമ്പോ കൃത്യസമയത്ത് വരണം. അതിന് പറ്റാത്തവര് ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. അല്ല മാഷേ, ഇന്നൊരു ദിവസം കുറച്ച് ലേറ്റ് ആയി എന്നല്ലാതെ. ഇന്നും എന്നൊരു തിരുത്തു വേണം. മേലിൽ ആവർത്തിക്കില്ലാന്ന് ഉറപ്പ് തന്നാൽ ഒപ്പിടാം. ഉറപ്പ് വാഗൊണ്ട് വെറുതെ തന്നാ മതിയോ, അല്ല പേപ്പറിൽ എഴുതി തരണോ? ഇത് ബാലകൃഷ്ണൻ, ഇവിടത്തെ ഒരു മാഷ. കൃത്യനിഷ്ഠ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആ പാനീട് തന്നെ. ആ, മ്യൂസിക് ടീച്ചറുടെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതാ നിർമ്മല. ഇത് കുട്ടിയുടെ അമ്മാവനാ, വാര്യര് മാഷ്, പരമേശ്വര വാര്യര്. ഇതിപ്പോ ഇങ്ങനെ ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 15-ാം തീയതിക്ക് മുമ്പ് മതിയെന്നല്ലേ? മതി. പക്ഷേ ഇനി അവസാന നിമിഷത്തിൽ വല്ല തിരുമറിയും നടന്നാലോ എന്ന് ഭയന്നിട്ടാ. അതല്ലേ കാലം. 5 കൊല്ലായി അക്കാഡമിയിൽ നിന്ന് പാസ്സായിട്ട്. പ്രൈവറ്റ് സ്കൂളുകാരിൽ ലക്ഷങ്ങളാ ചോദിക്കണത്. അത് കൊടുക്കാനുള്ള മനസ്സുമില്ല, അതിനുള്ള പ്രാണിയില്ല. ആരുടെയോ പുണ്യം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അമ്മാവനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അങ്ങേരുടെ ഒരു ഉത്സാഹത്തിലാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയപ്പോ കൂടുതലൊന്നും ആലോചിച്ചില്ല, പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇനിയിപ്പോ കുട്ടിയതാ ഇവിടെ ഏൽപ്പിക്കാ, ഞാൻ പോവാ. സമാധാനായിട്ട് പോയിക്കോളൂ, ഇയാൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകള്, താമസിക്കാനൊരു സ്ഥലം കിട്ടുവോ? ആഹാര കാര്യങ്ങൾ എങ്ങനെ? അങ്ങനെ പല പല ചങ്കയുണ്ടായിരുന്നു. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ ഷിബു, എന്നാ മോളെ ആ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കുക. ആ, കൂടെ പൊക്കോളൂ.